കർത്താവേ, ഇയാൾ ശരിക്കും സാർ തന്നെയാണോ അതോ ഇനി വല്ല പോലീസുകാരനോ ആണോ? റാഹേലിനൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവൾ ഇസഹാക്കിനെ നോക്കി സ്വയം ചിന്തിച്ചു. ഇല്ല, കണ്ടിട്ട് അത്രയ്ക്കൊന്നും ഉള്ള ആളായി തോന്നുന്നില്ല. സാധാരണ ഒരു മനുഷ്യൻ. റാഹേൽ മനസ്സിൽ ഓരോന്ന് കണക്കുകൂട്ടുകയായിരുന്നു. കാരണം ഇത്രയും നേരം ഇസഹാക്കിന്റെ പെർഫോമൻസ് കണ്ട് അവളെല്ലാം മറന്ന് അങ്ങനെ ഇരുന്നു പോയി. എന്നാലും ഇയാൾ എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിച്ചു? അവളുടെ ഉള്ളിൽ ആ സംശയം അങ്ങനെ തന്നെ കിടന്നു. പെട്ടെന്നാണ് സൂര്യയുടെ ആ ഒരൊറ്റ വിളി വന്നത്. അരുൺ, ഇവന്മാരെ മൂന്നിനെ കസ്റ്റഡിയിലെടുക്ക്. ആ ഗർജന കേട്ടപ്പോഴാണ് അവിടെയുള്ളവർക്ക് ശ്വാസം നേരെ വീണത്. അതുവരെ തങ്ങളുടെ മുന്നിൽ നടക്കുന്നത് സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന് പോലും അറിയാതെ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. കേരള രാഷ്ട്രത്തിലെ ചാണക്യൻ എന്നെല്ലാവരും വിളിക്കുന്ന വിശ്വനാഥ് സാറിന്റെ കുടുംബത്തിൽ തന്നെയാണല്ലോ ഇത്രയും വലിയൊരു കൊടുംചതി നടന്നതെന്ന് ഓർക്കാൻ കൂടി അവർക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോഴാണ് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത്, എടോ മോളെ വിളിക്ക്, നമുക്കെന്നാ ഇറങ്ങിയാലോ? ശരിയാ, എത്രയും വേഗം ഇവിടുന്ന് പോണം. ഇതെല്ലാം കൂടി കേട്ടിട്ട് ഇപ്പോഴും എൻ്റെ ശരീരത്തിലെ വിറയൽ മാറിയിട്ടില്ല, മറ്റൊരാളും പേടിയോടെ പറഞ്ഞു. അവർ മിലിയുടെ അടുത്തേക്ക് ചെന്നു. മോളെ മിലി, നമുക്കൊന്ന് ഇറങ്ങിയാലോ? അമ്മച്ചി, ഒരു 2 മിനിറ്റ്, എനിക്ക് സാറിനോട് ഒന്ന് സംസാരിക്കണം. ഇത്രയും വലിയ കേസ് അദ്ദേഹം തെളിച്ചിട്ട് ഒരു ടാങ്ക്സ് പോലും പറയാതെ എങ്ങനെ പോവുക? അതുമാത്രമല്ല, നിഹാരിക്കൊക്കെ രക്ഷിച്ച ആളല്ലേ? മിനി പറഞ്ഞു. അത് ശരിയാ, കൂട്ടത്തിൽ വേറൊരാൾ പറഞ്ഞു. ആ ചെറുക്കൻ ഉള്ളത് കൊണ്ട് മാത്രം ഇത്രയും കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ നമ്മുടെ കേരള പോലീസ് ഇത് വലിച്ചു നീട്ടി അവസാനം വേറെ വല്ല പാവങ്ങളുടെ തലയെ കൊണ്ടുവച്ചേനെ. ഇസഹാക്ക്, തന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയേണ്ടെന്ന് എനിക്കൊരെത്തും പിടിയുമില്ല. എൻ്റെ സ്വന്തം മകളുടെ ജീവിതത്തിൽ ഇത്ര വലിയ ക്രൂരതകളാണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ. എന്നെപ്പോലെ ഒരു അച്ഛനുണ്ടായിട്ട് എന്ത് കാര്യം? ഞാനൊരു നല്ല അച്ഛനല്ല, അതുകൊണ്ടല്ലേ ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എൻ്റെ മകളുടെ ഈ അവസ്ഥയ്ക്ക് ഒരു പരിധിവരെ ഞാനും കാരണക്കാരനാണ്. വിശ്വനാഥ് സാറിന്റെ ശബ്ദം പൂർണ്ണമായി ഇടറുന്നുണ്ടായിരുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് വലിയൊരു കുറ്റബോധത്തോടെ അയാൾ ഇസഹാക്കിന്റെ മുന്നിൽ കൈകൾ കൂപ്പി തൊഴുതു നിന്നു. ഒരു നാടിനെ മുഴുവൻ വിറപ്പിക്കുന്ന രാഷ്ട്രീയ ചാണക്യന്റെ ആ നിൽപ്പ് അവിടെയുള്ള എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നതായിരുന്നു. അത് കണ്ടതും ഇസഹാക്ക് ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് മുന്നോട്ട് വന്ന് അയാളുടെ കൈകൾ തന്റെ കൈകളാ ചേർത്ത് പിടിച്ചു. സാർ, എന്തൊക്കെയായി കാണിക്കുന്നത്? ദയവ് ചെയ്ത് ഇങ്ങനൊന്നും ചെയ്യരുത്. ഇതിലൊന്നും സാറിന് ഒരു തെറ്റുമില്ല. കുറ്റം ചെയ്യണമെന്ന് ഉറപ്പിച്ച് അതിനുവേണ്ടി വലിയ പ്ലാൻ തയ്യാറാക്കി ഇറങ്ങി തിരിച്ചവന്മാരാണ് അവർ. അങ്ങനെയുള്ളവർക്ക് മുന്നിൽ സാർ എന്ത് പിഴച്ചു? ചതിക്കാൻ നടക്കുന്നവന്മാരെ തിരിച്ചറിയാൻ പറ്റില്ല എന്ന് കരുതി സ്വയം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല സാർ. ഇസഹാക്ക് വിശ്വനാഥ് സാറിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഇസഹാക്ക് പതിയെ തുടർന്നു. പിന്നെ ഞാൻ ഇതിന്റെ പിറകെ നടന്ന് ഇതൊക്കെ കണ്ടുപിടിച്ചതിന് എൻ്റെതായ ചില കാരണങ്ങളുണ്ട്. ഈ കോളേജ് എൻ്റെ കുടുംബത്തിൻ്റെതാണ്. എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് വരുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ മേൽ വീണ ആ കരിനിഴൽ മാറ്റേണ്ടത് എൻ്റെ ആവശ്യമാണ്. അതിലൊക്കെ ഉപരി ഞാൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് മേധ. എൻ്റെ മുന്നിലിരുന്ന് പഠിച്ച ഒരു കുട്ടിക്ക് ഇങ്ങനൊരു അപകടം പറ്റുമ്പോൾ, അവൾ ചതിക്കപ്പെടുന്നത് കാണുമ്പോൾ വെറുതെ നോക്കി നിൽക്കാൻ ഒരു അധ്യാപകനായ എന്നെക്കൊണ്ട് കഴിയില്ല. അതെൻ്റെ കടമയാണ്. അപ്പോഴാണ് അങ്ങോട്ട് നടന്നു വന്ന സൂര്യ ചോദിച്ചത്. സാർ, ഞങ്ങളെന്ന ഒരു മറുപടിക്ക് വേണ്ടി സൂര്യ വിശ്വനാഥ് സാറിനെ നോക്കി നിന്നു. ലോക്കപ്പിലേക്ക് കൊണ്ടുപോകാൻ പോലീസുകാർ പ്രതികളെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഈ മൃഗങ്ങളെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ നീ കൊണ്ടുപോയിക്കോ സൂര്യ. എനിക്ക് ഇവരെ പറ്റി ഇനി ഒന്നും കേൾക്കാൻ പോലും വേണ്ട. വിശ്വനാഥ് സാറിന്റെ മുഖം ദേഷ്യം കൊണ്ട് സങ്കടം കൊണ്ട് വലിഞ്ഞു മുറുകി. അയാൾ അവന്മാരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അറയ്ക്കുന്ന മട്ടിൽ തിരിഞ്ഞു നിന്നു. പക്ഷെ എനിക്ക് ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, എൻ്റെ മകൾക്ക് എന്താണ് പറ്റിയതെന്ന്. അവളിപ്പോൾ എവിടെയാണെന്ന് കൃത്യമായ ഉത്തരം എനിക്ക് വേണം. ഇവന്മാർക്കൊക്കെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ നീ മേടിച്ചു കൊടുക്കണം സൂര്യവംശി. നിയമത്തിന് മുന്നിൽ നിന്ന് ഇവന്മാരൊന്നും രക്ഷപ്പെടരുത്. അദ്ദേഹം അത് പറയുമ്പോൾ ലക്ഷ്മി ഇപ്പോഴും പേടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുകയാണ്. അവരുടെ വിറയിൽ ഇപ്പോഴും മാറിയിട്ടില്ല. ഇവന്മാർ സത്യം പറഞ്ഞിരിക്കും സാർ, ഇല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. എൻ്റെ കയ്യിൽ ഇതിനുള്ള മരുന്നൊക്കെയുണ്ട്. സൂര്യവംശി അത്രയും പറഞ്ഞിട്ട് ഒരു വല്ലാത്ത ഭാവത്തിൽ അവന്മാരെ 3 പേരെ മാറി മാറി ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ തന്നെ അവന്മാരുടെ പകുതി ജീവൻ പോകുന്ന മട്ടിലുള്ള ക്രൂരത ഉണ്ടായിരുന്നു. ആ സമയത്തും മിഥുന്റെ മുഖത്ത് വലിയ ഭാവവ്യത്യാസമില്ലായിരുന്നു. അവൻ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന മട്ടിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. പണവും സ്വാധീനമുള്ള തൻ്റെ കുടുംബം തന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചോളും എന്ന ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത്. എന്നാൽ ശ്രീകാന്തിൻ്റെ അവസ്ഥ അതല്ലായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് മനസ്സിലായതോടെ അവൻ്റെ മുഖത്ത് ചെറുതായി പേടിയും വിരലും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ യദുവിൻ്റെ മുഖത്ത് ഇപ്പോഴും കടുത്ത പക മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസിന്റെ പിടിയിലായിട്ടും മേധയെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നൊരു വല്ലാത്ത ഭ്രാന്തൻ പക അവൻ്റെ കണ്ണുകളിൽ തിളങ്ങുന്നുണ്ടായിരുന്നു.
അവൻ വിശ്വനാഥ് സാറിനെ കടുപ്പത്തിൽ നോക്കി പല്ലെറുമിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു, നിങ്ങൾ നോക്കിയിരുന്നോ മിസ്റ്റർ വിശ്വനാഥൻ? നിങ്ങൾ പൊന്നേ കരളെ എന്ന് പറഞ്ഞ് തലയെ വെച്ച് കൊണ്ട് നടക്കുന്ന ആ മേധയെ ഞാൻ കൊന്നിരിക്കും. പോലീസിന് എന്നെ എത്ര കാലം പൂട്ടിയിടാൻ പറ്റും? പുറത്തിറങ്ങി അവളെ ഞാൻ തീർക്കും. അവനത് പറഞ്ഞു തീർക്കാൻ പോലും വിശ്വനാഥ് സാർ അനുവദിച്ചില്ല. ദേഷ്യം ഇരച്ചു കയറിയ വിശ്വനാഥ് സാറിന്റെ കൈ വീണ്ടും അവന് നേരെ വായുവിൽ ഉയർന്നു കഴിഞ്ഞിരുന്നു. ഒരൊറ്റ അടി അവന്റെ കർണക്കുറ്റി നോക്കി വീണു. ആ അടിയുടെ ആഘാതത്തിൽ യദു തറയിൽ തെറിച്ചു വീഴാനാഞ്ഞു. ഇറക്കിക്കൊണ്ട് പോടവന്മാരൊക്കെ, സൂര്യ തന്റെ കൂടെയുള്ള പോലീസുകാരോട് ദേഷ്യത്തിൽ ആജ്ഞാപിച്ചു. പോലീസുകാർ അവന്മാരെ 3 എണ്ണത്തിലെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് ജീപ്പിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി. അവന്മാർ പോയതോടെ ആ മുറിയിൽ ഒരു വലിയ നിശബ്ദത പടർന്നു. എല്ലാവരുടെ മനസ്സിൽ മേധയ്ക്കിന് എന്താണ് സംഭവിക്കുക എന്ന കാര്യത്തിൽ വലിയ ആശങ്ക ഉണ്ടായിരുന്നു. വിശ്വനാഥ് സാർ ഇസഹാക്കിന്റെ കൈകൾ ഒരിക്കൽ കൂടി നന്ദിയോടെ അമർത്തിപ്പിടിച്ചു. ഇനി മുന്നോട്ടുള്ള വഴികളിൽ മേധയെ തിരികെ കിട്ടാനുള്ള പോരാട്ടമായിരുന്നു അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. പോലീസ് ജീപ്പിലേക്ക് കയറുമ്പോഴും ഏത് പുറത്തേക്ക് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകളിൽ ദേഷ്യവും പകയും മാത്രമായിരുന്നു ആ സമയത്ത് നിറഞ്ഞു നിന്നത്. നിയമത്തിന്റെ കൈകളിൽ അകപ്പെട്ടിട്ടും താൻ തോറ്റുപോയെന്ന് സമ്മതിക്കാൻ അവന്റെ ഉള്ളിലെ പ്രതികാര ബുദ്ധി അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ജീപ്പിന്റെ വിൻഡോയിലൂടെ അവൻ വിശ്വനാഥനെയും ഇസഹാക്കിനെ മാറി മാറി നോക്കി പല്ലെറിഞ്ഞു. പോലീസ് വണ്ടി സ്റ്റാർട്ടാക്കി മുന്നോട്ടെടുക്കുമ്പോഴും അവന്റെ ആ ക്രൂരമായ നോട്ടം അവിടെ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. അവർ പോകുന്നത് നോക്കി നിന്ന ഇസഹാക്കിന്റെ പുറകെ ചെന്ന് മിലാന പതുക്കെ അവന്റെ തോളിൽ ഒന്ന് തട്ടി. ഇത്രയും വലിയ കേസ് തെളിയിച്ചതിന്റെ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ ശാന്തന നിൽക്കുകയായിരുന്നു ഇസഹാക്ക്. അപ്പോൾ മിലാന ഒരു കള്ളച്ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, അതെ, നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന ഈ ക്രെഡിറ്റിന്റെ പകുതി എനിക്കുള്ളതാ. ആ കാര്യം അങ്ങോട്ട് മറക്കണ്ട. അവൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഇസഹാക്കിന് കാര്യം മനസ്സിലായില്ല. അവൻ കണ്ണുകൾ ചുരുക്കി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ മനസ്സിലായില്ല എനിക്ക്? നീ എന്തൊക്കെയാ പറയുന്നത്? മനസ്സിലാക്കാൻ ഇതിൽ എന്തായിരിക്കുന്നേ? മിലാൻ ഒട്ടും വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഞാനല്ല റിസ്ക് എടുത്ത് അവളുടെ വീട്ടിൽ കയറി ആ ഡയറിയും ബാക്കി തെളിവുകളെല്ലാം എടുത്തോണ്ട് തന്നത്. ഞാനത് കൃത്യസമയത്ത് അവിടെ നിന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ഇങ്ങനെ തെളിയിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് എനിക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ? അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദ്യഭാവത്തിൽ നിന്നു. അവളുടെ ആ ചോദ്യം കേട്ടതും ഇസഹാക്കിന്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ തല മുതൽ കാല് വരെ ഒന്ന് നോക്കി. ഓഹോ, അപ്പൊ പൊന്നുമോൾക്ക് ഒപ്പം ക്രെഡിറ്റ് കിട്ടിയേ അടങ്ങൂ, അതാണോ കാര്യം? പിന്നില്ലാതെ എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് തന്നെ വേണം. ഞാൻ ചെയ്ത ജോലിക്ക് എനിക്ക് അതിന് ആളുകളുടെ മുന്നിൽ ഒരു വിലയൊക്കെ കിട്ടണ്ടേ? മിലാന തന്റെ ഭാഗം ന്യായീകരിച്ചു. ഇസഹാക്ക് അവളെ ഒന്ന് നോക്കി തലയാട്ടി. ആണെങ്കിൽ ഇപ്പൊ ഇതെല്ലാവരോടും പറയാൻ എനിക്ക് വലിയ സൗകര്യമില്ല. നീ വേണമെങ്കിൽ പോയി കേസ് കൊടുക്കും മോളെ. അത് പറഞ്ഞ് അവളെ ഒന്ന് നല്ല രീതിയിൽ പുച്ഛിച്ചുകൊണ്ട് അവൻ അവൾക്ക് മുന്നിലൂടെ നടന്നു. അവൻ നടന്നു പോകുന്ന നോക്കി മിലാന ദേഷ്യത്തോടെ പല്ലെറിഞ്ഞു. അവളുടെ മുഖം സങ്കടം കൊണ്ട് ദേഷ്യം കൊണ്ട് ചുവന്നു. കാട്ടാളൻ കണ്ടില്ലേ കൃത്യസമയത്ത് കാല് വാരിയത്? എല്ലാം അയാളുടെ ബുദ്ധി, അയാളുടെ കഴിവ് എന്ന മട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ആ ഡയറി കൊണ്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു അയാളുടെ ഒരു കഴിവ്. മനുഷ്യനെ ഇത്ര കഷ്ടപ്പെടുത്തിയിട്ട് ഒടുവിൽ ഒറ്റയ്ക്ക് ക്രെഡിറ്റ് അങ്ങ് കൊണ്ടുപോകുക. അവൾ മനസ്സിൽ അവനെ ശപിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, സാർ അവിടെ നിന്ന് എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അവളുടെ വിളി കേട്ട് ഇസഹാക്ക് നടത്തം നിർത്തി തിരിഞ്ഞു നോക്കി. അവന്റെ മുഖത്ത് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇനി എന്താ നിനക്ക് ചോദിക്കാനുള്ളത് കോവർ കഴുതേ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ ദേഷ്യത്തോടെ അവിടെ തന്നെ നിന്നു. മിലാന പതുക്കെ അവന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. അവളുടെ മനസ്സിൽ കുറെ നേരമായി ഒരു സംശയം കിടന്ന് കരയുന്നുണ്ടായിരുന്നു. അല്ല, നിങ്ങൾ ഇത്ര കാര്യമായിട്ട് ഇതൊക്കെ തെളിയിക്കുന്നുണ്ടെങ്കിൽ സത്യം പറ, നിങ്ങൾക്ക് ഇതിനകത്ത് വല്ല പങ്കുണ്ടായിരുന്നോ? അവൾ അത് ചോദിച്ചതും ഇസഹാക്കിന്റെ ഭാവം മാറി. അവൻ അവളെ ഒന്ന് കടുപ്പിച്ച് സൂക്ഷിച്ചു നോക്കി. അവന്റെ നോട്ടം കണ്ടപ്പോൾ മിലാനയ്ക്ക് ചെറിയൊരു പേടി തോന്നി. അവൾ പെട്ടെന്നൊന്ന് നാക്ക് കടിച്ചുകൊണ്ട് ബാക്കി കൂടി വേഗം പറഞ്ഞു തീർത്തു. അല്ല, ഞാൻ അതുകൊണ്ടല്ല ചോദിച്ചത്. ആ മിഠായി തിന്നിട്ടാണ് അവളുടെ ദേഹത്ത് ആ ഡ്രഗ്സ് വന്നത് എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കൃത്യമായിട്ട് അറിയുന്നത്? നിങ്ങൾക്ക് ആ മിഠായിയുടെ ടേസ്റ്റ് അറിയാമോ? അതോ നിങ്ങളും അതെപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അവളുടെ ചോദ്യം കേട്ട് ഇസഹാക്കിന് ചിരിയാണ് വന്നത്. അവൻ തലയ്ക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ട് നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല, അത്രേ ഉള്ളൂ. ആ പെണ്ണ് അതിലെ ഡയറിയിൽ എഴുതി വച്ചിരിക്കുന്ന ഓരോ വരികളും മര്യാദയ്ക്ക് വായിച്ചാൽ ഏതൊരാൾക്കും അത് സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും. അതിന് കുറച്ച് കോമൺ സെൻസ് വേണമെന്ന് മാത്രം. അതില്ലാതെ ഇവിടെ വന്ന് എന്നോട് ഓരോന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു. മിലാന മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു.
ശരിയാ, സാറിന്റെ അത്ര വലിയ ബുദ്ധിയൊന്നും എനിക്കില്ലല്ലോ. അതുകൊണ്ടല്ലേ മോളെ നിന്നെ ഞാൻ കോവർ കഴുതി എന്ന് വിളിക്കുന്നത്. ഇസഹാക്ക് ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. എന്നിട്ട് അവൻ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ചോദിച്ചു, പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. കോളേജിൽ നീ ഇത് ആരുടെയൊക്കെ കയ്യിൽ കണ്ടു എന്ന് പറഞ്ഞിരുന്നുവല്ലോ, അത് ആരുടെയൊക്കെയാണെന്ന് ഒന്ന് വ്യക്തമായിട്ട് പറ. ഇസഹാക്ക് തന്റെ സഹായം വീണ്ടും ആവശ്യപ്പെടുവാനെന്ന് മനസ്സിലായപ്പോൾ മിലാനയ്ക്ക് ഒരു വീറും വാശിയും വന്നു. അവൾ അവനെ നോക്കി ഒരു തകർപ്പ പുച്ഛച്ചിരി പാസാക്കി. വലിയ ബുദ്ധിമാനല്ലേ സാറ്? എന്നാ പിന്നെ സ്വയം അങ്ങ് കണ്ടുപിടിച്ചാ മതി. ഇനി ഞാനൊന്നിനും സഹായിക്കാൻ വരുന്നില്ല. ആ പരിപാടി ഞാൻ അങ്ങ് നിർത്തി. ഞാൻ കോവർ കഴുതിയാണെന്നാണല്ലോ നിങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. അപ്പോ പിന്നെ ആ കഴുതയുടെ ഒന്ന് ചോദിക്കാൻ നിൽക്കണ്ട. അത് പറഞ്ഞ് അവനെ നല്ല ഒന്നാം തരം പുച്ഛം പുച്ഛിച്ചുകൊണ്ട് അവൾ മുന്നിലേക്ക് നടന്നു പോയി. ഇസഹാക്ക് അവിടെ തന്നെ നിന്ന് അവൾ പോകുന്നത് നോക്കി ഒന്ന് ചിരിച്ചു. മിലാന നേരെ നടന്ന് അവിടെ മാറി നിൽക്കുകയായിരുന്ന തന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ആ സമയത്ത് പുറത്ത് വലിയൊരു ജനക്കൂട്ടം തന്നെ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. വണ്ടികളുടെ ശബ്ദവും ആളുകളുടെ ബഹളവും കൊണ്ട് ആ പ്രദേശം മുഴുവൻ ബഹളമായിരുന്നു. വിശ്വനാഥന്റെ കുടുംബത്തിലെ ഈ നാണംകെട്ട സംഭവം അറിഞ്ഞ് നാട്ടുകാരും മാധ്യമപ്രവർത്തകരും അങ്ങോട്ട് ഇരച്ചു കയറാൻ ശ്രമിക്കുകയായിരുന്നു. പോലീസുകാർ കഷ്ടപ്പെട്ടാണ് ആളുകളെ നിയന്ത്രിച്ച് നിർത്തിയിരുന്നത്. ആളുകൾ പിരിഞ്ഞു പോകേണ്ടതാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. സൂര്യ ജീപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. എവിടെ? ആളുകളുടെ തിരക്ക് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. സാറേ, അവന്മാരെ ഇങ്ങോട്ട് ഇറക്കി വിട്. അവനെയൊക്കെ കൊണ്ട് സത്യം ഞങ്ങൾ പറയിക്കാം. ആൾക്കൂട്ടത്തിൽ നിന്ന് ആരൊക്കെ വിളിച്ചു പറഞ്ഞു. ജീപ്പിലിരുന്ന യദുവിനെ, ശ്രീകാന്തിനെ, മിഥുനെ ആളുകൾ കടത്ത അമർഷത്തോടെയാണ് നോക്കിയത്. ഇവന്മാരെയൊക്കെ വെറുതെ വിടരുത്. ഇത്രയും വലിയ ചതി ചെയ്യാൻ ഇവന്മാർക്ക് എങ്ങനെ മനസ്സ് വന്നു? ചിലരൊക്കെ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അരുൺ, സാഹചര്യം പ്രശ്നമായതുകൊണ്ടിരിക്കുകയാണ്. അവന്മാരെ ഓടിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഇവന്മാരെ ആളുകൾ കൈവെക്കൂ. ഓക്കെ സാർ. പിന്നെ അങ്ങോട്ടൊരു യുദ്ധം തന്നെയായിരുന്നു. ഒരു തരത്തിൽ ആളുകളെയൊക്കെ ഒതുക്കി നിർത്തിക്കൊണ്ട് ആ ജീപ്പ് മുന്നോട്ടെടുക്കാൻ തുടങ്ങി. നാട്ടുകാരുടെ ശാപവാക്കുകൾക്കിടയിലൂടെയും പോലീസ് വണ്ടികൾ സൈറൻ മുഴുക്കിക്കൊണ്ട് മെയിൻ റോഡിലേക്ക് പാഞ്ഞുപോയി. വണ്ടികൾ പോയതിനു ശേഷവും ആളുകൾ അവിടെ തന്നെ കൂടി നിന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. വിശ്വനാഥ് സാറ് ലക്ഷ്മി തളർന്ന വെപ്പുകളോടെ പുറത്തേക്ക് നടന്നു വന്നു. ലക്ഷ്മി ഇപ്പോഴും വിറച്ചുകൊണ്ട് കരയുന്നുണ്ടായിരുന്നു. ഒരു കാലത്ത് തലയുയർത്തി നിന്നിരുന്ന ആ വലിയ രാഷ്ട്രീയ നേതാവ് ഇന്ന് തലകുനിച്ച് ജനങ്ങളുടെ നോട്ടങ്ങൾ നേരിടാൻ വയ്യാതെ പതുക്കെ നടന്നു. അവരെ താങ്ങി പിടിച്ച് മിലിയും ബാക്കിയുള്ളവരും കൂടെ ഉണ്ടായിരുന്നു. അവർ വണ്ടിയിലേക്ക് കയറാൻ പോകുമ്പോൾ വിശ്വനാഥൻ ഒരിക്കൽ കൂടി ഇസഹാക്കിന്റെ നേരെ തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ ഒരുപാട് നന്ദിയും അതേസമയം മകളുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് വലിയൊരു വേവലാതിയും ഉണ്ടായിരുന്നു. ഇസഹാക്ക് തിരികെ ഒന്ന് തലയാട്ടി. താൻ കൂടെ ഉണ്ടാകും എന്നുറപ്പ് ആ നോട്ടത്തിലൂടെ നൽകി. അവർ കയറിയ വണ്ടിയും പതുക്കെ ആ ഗേറ്റ് കടന്ന് മുന്നോട്ടു പോയി. ആളുകൾ ഓരോരുത്തരായി അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തുടങ്ങി. മിലാന തന്റെ അച്ഛന്റെ കൈ പിടിച്ച് നടക്കുമ്പോഴും ദേഷ്യത്തോടെ ഇസഹാക്കിനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു.